മലയാള സിനിമ വിവാദമുക്തമാക്കാനുള്ള സർക്കാർ നീക്കത്തിന്റെ ഭാഗമായ സിനിമാ കോൺക്ലേവിൽ ആദ്യ ദിനം ഉയർന്നുവന്നത് നിരവധി വിഷയങ്ങൾ. ലിംഗനീതി മുതൽ തിയേറ്ററുകളിലെ ഭക്ഷണത്തിന്റെ വില നിലവാരം വരെ ആദ്യദിന ചർച്ചയിൽ ഉയർന്നു. സിനിമാ മേഖലയിൽ അടിമുടി നവീകരണം ആവശ്യപ്പെട്ടുള്ള കരടിന്മേലാണ് ചർച്ച പുരോഗമിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പിടിച്ചുലച്ച മലയാള സിനിമയിൽ സിനിമാ നയം രൂപപ്പെടുന്നു. സിനിമാ കോൺക്ലേവിന്റെ ആദ്യ ദിനം ഉയർന്നു വന്നത് വിവിധ വിഷയങ്ങൾ. ജോലി സമയം സംബന്ധിച്ച് തൊഴിൽ നിയമം പാലിക്കണമെന്ന അഭിപ്രായം ആദ്യദിന ചർച്ചയിൽ ഉയർന്നു. വേതനം സംബന്ധിച്ച് ചർച്ചകളും നടന്നു. സിനിമാ മേഖലയിലെ ചില വിഭാഗങ്ങൾക്ക് വേണ്ടത്ര അംഗീകാരം ലഭിക്കുന്നില്ലെന്ന പരാതി ചില ഡെലിഗേറ്റുകൾ ചൂണ്ടിക്കാണിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച ലിംഗസമത്വമായിരുന്നു. എല്ലാവരും ലിംഗസമത്വത്തെ അനുകൂലിച്ചു. കരാർ ലംഘനങ്ങൾ ഉണ്ടാകുന്നു എന്ന അഭിപ്രായം ഫെഫ്ക പ്രതിനിധികൾ നിഷേധിച്ചു. തിയേറ്റർ ഉടമകളുടെ ബുദ്ധിമുട്ടുകൾ ചർച്ചയായി. ആദ്യ ദിനം തന്നെ സിനിമാ റിവ്യൂ നിരോധിക്കണമെന്ന അഭിപ്രായവും കോൺക്ലേവിൽ പങ്കുവച്ചു. ഒട്ടേറെ നിർദ്ദേശങ്ങൾ 5 പാനൽ ഡിസ്കഷൻ ഉയർന്നു വന്നു. ഈ കോൺക്ലേവ് വലിയ തരത്തിൽ ഒരു പരിഹാരമാർഗമാകണം എന്ന് ഉദ്ദേശിച്ചു. ഏറ്റവും വേഗം ഒരു നിയമനിർമ്മാണവും അല്ലെങ്കിൽ ഒരു സിനിമ പോളിസിയും കേരളത്തിൽ ഉണ്ടാകണമെന്നുമാണ് എല്ലാ പ്രതിനിധികളും എല്ലാവരും ഒരു സംഘടനാ വ്യത്യാസമില്ലാതെ ഇന്ന് ഏകകണ്ഠമായി ഈ കോൺക്ലേവിന്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. കോൺക്ലേവ് ചർച്ച ചെയ്യുന്ന കരട് വിവരങ്ങൾ 24-ന് ലഭിച്ചു. സമഗ്രമാറ്റം ആവശ്യപ്പെട്ടാണ് കരട് രേഖ. സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ പരിഹാരമുണ്ടാകണം. ലൈംഗികാതിക്രമവും വിവേചനവും അവസാനിപ്പിക്കണം. കാസ്റ്റിംഗ് കൗച്ചും ലഹരി ഉപയോഗവും തടയണം. സിനിമാ മേഖലയിൽ അമിതാധികാര പ്രവണത ഒഴിവാക്കണം. എല്ലാ സംഘടനകൾക്കും ഏകീകൃത പെരുമാറ്റച്ചട്ടവും കരട് രേഖ ആവശ്യപ്പെടുന്നു. ശുചിമുറികളും വിശ്രമമുറികളും ഉറപ്പാക്കണം. തുറന്നു പറയുന്നവരെ സംരക്ഷിക്കണമെന്നും ഓൺലൈൻ കംപ്ലയിന്റ് പോർട്ടൽ വേണമെന്നും രേഖയിൽ പറയുന്നു. സിനിമാ നയം നിയമമാകണമെന്നും കരട് രേഖ ആവശ്യപ്പെടുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തത്. നാളെയും വിവിധ വിഷയങ്ങളിൽ ചർച്ച തുടരും. സലിം മാലിക്, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.